ആകാശവാണി കോഴിക്കോട്. പൂക്കൂട, കുട്ടികളുടെ പരിപാടി. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിലുള്ള പാറയിൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഇന്നത്തെ പൂക്കൂടയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം, ഞാൻ നൈനിക ലക്ഷ്മി. എന്നോടൊപ്പം ദ്വിതീയ ജാനവി, വൈനിക, സംഘമിത്ര, നിരുപം, അൽഷിയാൻ, കൃഷ്ണപ്രിയ, ഹരിദേവ്, ശ്രാവൺ ഋതു, ലിയാലക്ഷ്മി എന്നീ കൂട്ടുകാരും ചേരുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ആലപിക്കുന്നത് സംഘമിത്ര, ദ്യുതി, വൈനിക. ഭൂമി താളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവായ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. ഹൃദയരാഗ തന്ത്രി മീട്ടി. തുടർന്ന് ദ്യുതി ലിൻഡാഷനിൽ ആലപിക്കുന്ന ഒരു ലളിതഗാനമാണ്. പ്രിയമുള്ള സ്വപ്നത്തിൻ പുസ്തക പൊൻതാളിൽ ഒരു മയിൽ പീലി തിളങ്ങി. നിറമുള്ളൊരോർമ്മതൻ കുഞ്ഞുനെല്ലിക്കകൾ മധുരം പകർന്നു തുടങ്ങി. മനസ്സിൽ മഴമുകിൽ പെയ്യാൻ തുടങ്ങി. മഴമുകിൽ പെയ്യാൻ തുടങ്ങി. മഴമുകിൽ പെയ്യാൻ തുടങ്ങി. പ്രിയമുള്ള സ്വപ്നത്തിൻ കുന്നത്തെ പൂങ്കാവിൽ ഗ്രാമ സൗഭാഗ്യത്തിൻ കുന്നകൾ പൂച്ചൂടി നിന്നു. കുന്നത്തെ പൂങ്കാവിൽ ഗ്രാമ സൗഭാഗ്യത്തിൻ കുന്നകൾ പൂച്ചൂടി നിന്നു. മനതാരിലെ തിരുവോണ കളങ്ങളിൽ പൂവിട്ട നിൻ വിരൽ തൊട്ടു. മനതാരിലെ തിരുവോണ കളങ്ങളിൽ പൂവിട്ട നിൻ വിരൽ തൊട്ടു. ആകാശം മാറിവിൽ തൂവാല നിർത്തി. പ്രണയത്തിൻ ചാരു നിലാകുളിർ ചാർത്തി. പ്രിയമുള്ള സ്വപ്നത്തിൻ പുസ്തക പൊൻതാളിൽ ഒരു മയിൽ പീലി തിളങ്ങി. നിറം
പ്രിയമുള്ളൊരോർമതൻ കുഞ്ഞു നെല്ലിക്കകൾ മധുരം പകർന്നു തുടങ്ങി. മനസ്സിൽ മഴമുകിൽ പെയ്യാൻ തുടങ്ങി. മഴമുകിൽ പെയ്യാൻ തുടങ്ങി. മഴമുകിൽ പെയ്യാൻ തുടങ്ങി. പ്രിയമുള്ള സ്വപ്നത്തിൻ കാറ്റിൻ വിരൽ തൊട്ടു പൂവിലഞ്ഞി ചോട്ടിൽ കണ്ണാരം പൊത്തി കഴിച്ചു. കാറ്റിൻ വിരൽ തൊട്ടു പൂവിലഞ്ഞി ചോട്ടിൽ കണ്ണാരം പൊത്തി കഴിച്ചു. കാണാക്കിനാവിൻ്റെ കൊമ്പത്തെയൂഞ്ഞാലിൽ നാണിച്ച നിൻമുഖം കണ്ടു. കാണാക്കിനാവിൻ്റെ കൊമ്പത്തെയൂഞ്ഞാലിൽ നാണിച്ച നിൻമുഖം കണ്ടു. പൂക്കാലം സ്നേഹത്തിൻ പൂക്കുട നിർത്തി. അഴകുള്ള താമര പൂക്കോടി ചാർത്തി. പ്രിയമുള്ള സ്വപ്നത്തിൻ പുസ്തകപ്പൊൻതാളിൽ ഒരു മയിൽ പീലി തിളങ്ങി. നിറമുള്ളൊരോർമതൻ കുഞ്ഞു നെല്ലിക്കകൾ മധുരം പകർന്നു തുടങ്ങി. മനസ്സിൽ മഴമുകിൽ പെയ്യാൻ തുടങ്ങി. മഴമുകിൽ പെയ്യാൻ തുടങ്ങി. മഴമുകിൽ പെയ്യാൻ തുടങ്ങി. ഇനിയൊരു കഥ കേട്ടാലോ? കഥ പറയുന്നത് ജാനവി. നമസ്കാരം. പ്രശസ്ത ബാലസാഹിത്യകാരനായ ശ്രീനാസർ കക്കട്ട് എഴുതിയ ഒരു കൊച്ചു കഥയാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ കഥയുടെ പേരാണ് കൗശലക്കാരൻ കാക്ക. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് കാക്കയെ ഇഷ്ടമാണോ? എന്താ ചിലരുടെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ലാത്തത്? കാക്ക കറുത്തത് കൊണ്ടാണോ? എന്നാൽ എനിക്ക് കാക്കയെ ഇഷ്ടമാണ്. എന്താ കാരണമെന്നല്ലേ? ഏറ്റവും ബുദ്ധിയുള്ള പക്ഷിയാണ് കാക്ക. മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു പക്ഷി കൂടിയാണ് കാക്ക. നമ്മൾ വലിച്ചെറിയുന്ന ബാക്കിയായ ഭക്ഷണ പദാർത്ഥങ്ങളും മാലിന്യങ്ങളും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവ വൃത്തിയാക്കുന്നതെന്നറിയാമോ? അങ്ങനെ നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന ഒരു പക്ഷി കൂടിയാണ് കാക്ക. നമ്മളെപ്പോലെ ദിവസവും കാക്കകൾ കുളിക്കാറുണ്ട്. എന്നിട്ട് തൂവലുകൾ വൃത്തിയായി ചീകിയൊതുക്കുകയും ചെയ്യും. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? നിറം നോക്കിയല്ല, ഒരാളുടെ പ്രവൃത്തിയും സ്വഭാവവും മനസ്സിലാക്കിയാണ് അയാളെ വിലയിരുത്തേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ? നമ്മുടെ കാക്ക അങ്ങനെ പറന്ന് പറന്ന് പോവുകയാണ്. എവിടേക്കാണെന്നല്ലേ? മീനമാസമാണ്. നല്ല ചൂടുള്ള നട്ടുച്ച നേരവും. കൂട്ടുകാരോടൊപ്പം രാവിലെ ഇറങ്ങിയതായിരുന്നു. പറന്നു പറന്നു വന്ന് വഴി തെറ്റി പാറമേലിരിക്കുകയായിരുന്നു. കുറച്ചു ദൂരം പറന്നപ്പോഴേക്കും നന്നേ ക്ഷീണിച്ചു. അതാ അങ്ങാക്കലെ ഒരു ചെറിയ വീട്. പുറത്താരെയും കാണുന്നില്ല. അവിടെ ചെന്ന് വെള്ളവും കുടിക്കാം, വലതും കിട്ടിയാൽ തിന്നുകയും ചെയ്യാം, കാക്ക മനസ്സിൽ കരുതി. കാക്ക നേരെ പറന്നിറങ്ങിയത് കിണറ്റിൻകരയിലേക്കായിരുന്നു. എന്നാൽ കിണറ്റിൻകരയിൽ പാത്രമോ തൊട്ടിയോ ഇല്ലായിരുന്നു. പൈപ്പിൽ വെള്ളമുണ്ട്. എങ്ങനെ തുറക്കും? കൊക്കുകൊണ്ടും കാലുകൊണ്ടും ആന്നത്ര ശ്രമിച്ചു. പക്ഷേ പറ്റിയില്ല. കാക്ക വീണ്ടും പറക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു ചെറിയ മൺകൂജ ശ്രദ്ധയിൽപ്പെട്ടത്. കാക്ക വേഗം പറന്നു ചെന്ന് നോക്കി. ഭാഗ്യം, അടിയിൽ അല്പം വെള്ളമുണ്ട്. മൺകൂജിയുടെ കഴുത്ത് ഇടുങ്ങിയതായിരുന്നു. തലയിട്ട് നോക്കി, സാധിക്കുന്നില്ല. കൊക്ക് മാത്രം അകത്തേക്ക് കടത്താം. കാക്ക നിരാശനായി. ഇനി എന്തു ചെയ്യും?
പെട്ടെന്നാണ് മുതുമുത്തച്ഛൻ പറഞ്ഞുകൊടുത്ത കൗശലക്കാരൻ കാക്കയുടെ കഥയോർമ്മ വന്നത്. യാന്ത്രികമെന്നോണം കണ്ണുകൾ ചുറ്റും പരതി ധാരാളം ചെറിയ ചെറിയ കല്ലുകൾ കൊത്തിയെടുക്കാനായി പറന്നു ചെന്നു. കാക്കയൊന്ന് ആലോചിച്ചു. മൺകൂജ നിറക്കാൻ ധാരാളം കല്ലുകൾ വേണം. അപ്പോഴേക്കും ഞാൻ ദാഹിച്ചു ചാകും. അപ്പോഴാണ് മറ്റൊരു വഴി മിന്നലാട്ടം പോലെ മനസ്സിൽ തെളിഞ്ഞത്. കാക്ക വേഗം മൺകൂജിയുടെ സമീപത്തേക്ക് പറന്നു ചെന്ന് കൊക്കുകൊണ്ട് അടിഭാഗത്ത് കൊത്താൻ തുടങ്ങി. 4-5 കൊത്തു തുടർന്നപ്പോൾ ചെറിയൊരു നനവ് അനുഭവപ്പെട്ടു. കൊക്കിന് വേദനിച്ചു. ദാഹം അതിനേക്കാൾ കഠിനമായിരുന്നു. തളർന്ന കാലുകൾ നിലത്തുറപ്പിച്ച് സർവശക്തിയും കൊക്കിനും ലാവായിച്ച് ആഞ്ഞൊരു കൊത്തുകൂടി കൊത്തി. കൊക്ക് മൺകൂജയിൽ പൂണ്ടുപോയി. പണിപ്പെട്ട് കൊക്ക് വലിച്ചെടുത്തപ്പോൾ വെള്ളം പുറത്തേക്ക് ചീറ്റി. അല്പം ചവർപ്പും എരിവും ഉണ്ടായെങ്കിലും ദാഹം തീർത്തു കുടിച്ചു. വെയില് മങ്ങിയപ്പോൾ തൻ്റെ വയലിലേക്കിറങ്ങിയ വീട്ടുടമസ്ഥനായ തോട്ടം തൊഴിലാളി കീടനാശിനി തളിക്കുന്ന ഉപകരണവുമായി തിരിച്ചു വന്നു. കീടനാശിനി നിറക്കാനെന്നോണം ആ കൂജിയുടെ അടുത്തേക്ക് വന്ന അയാൾ കാണുന്നത് കാലുകൾ മേൽപോട്ടുയർത്തി ചത്തുമലച്ചു കിടക്കുന്ന കാക്കയാണ്. കഷ്ടം. ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിരുന്നെങ്കിൽ ആ കാക്കയ്ക്ക് ഈ ഗതി വരുമായിരുന്നു. കർഷകന് തൻ്റെ സ്വന്തം പ്രവൃത്തിയിൽ വിഷമം തോന്നി. പ്രിയ കൂട്ടുകാരെ, കൊടിയ വേനൽക്കാലമാണ്. പക്ഷികളും മറ്റു ജീവജാലങ്ങളും വെള്ളത്തിനായി അലയുന്ന സമയം. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം അവർക്കായി നമുക്കും കരുതി വയ്ക്കാം. എന്താ, നിങ്ങളും ചെയ്യില്ലേ? അടുത്തതായി ഒരു കന്നഡ പദ്യമാണ്. ವೈಣಿಗ ಆಲಪಿക്കുന്നു. ಶ್ರೀ ರಾಘವಾಂಕನ ಹರಿಶ್ಚಂದ್ರ ಕಾವ್ಯದಿಂದ ಆಯ್ದುಕೊಂಡ ಭಾಗ. ಹರಿಶ್ಚಂದ್ರನು ತಾನು ಕೊಟ್ಟ ಮಾತಿಗೆ ಬದ್ಧನಾಗಿ ವಿಶ್ವಾಮಿತ್ರ ಮಹರ್ಷಿಗೆ ತನ್ನ ರಾಜ್ಯವನ್ನು ಸಮರ್ಪಿಸಿ ಅಯೋಧ್ಯೆಯನ್ನು ಬಿಟ್ಟು ಕಾಡಿಗೆ ಹೊರಡುವ ಸನ್ನಿವೇಶ. ಪೊರಮಡುವ ಭೂಪಾಲನಂ ಕಂಡು ಕಣ್ಕೆಟ್ಟು ಮರುಗಿ ಬಜೂರಂ ಹೊಸಿದು ಬಸವಳಿದು ಬಿಸು ಸುಯ್ದು ಮೊರೆ ಇಟ್ಟು ಬಾಯಿ ಬಿಟ್ಟು ಕೈ ನೀಡಿ ಕರೆದು ಕಟ್ಟುರಲಿ ಸೈರಿಸಲಾರದೆ ನಿರೆ ನಿನ್ನ ನಂಬಿ ನಚ್ಚಿರ್ದ ಪರಿವಾರಮಂ ಮರುದಯೋ ತುರುದಯೋ ಮಾರಿದಯೋ ಪೇಳುನೇ ಸರಗುಲಜ ಎಂದೆಂದು ನುಡಿ ನುಡಿದು ಮಿಡುಮಿಡನೆ ಮಿಡುಕಿತ್ತು ಪೌರ ಜನವು. ದಂತಿಯಂತಿಳಿದು ನಡೆದರಿಯದವ ಬರೆಗಾಲೊಳಿಂದಡಿಯ ನಿಡುವೆ ಹಾಸಿನೊಳು ಪವಡಿಸುವಾತ ನಿಂತು ಕಲ್ಲು ನೆಲದೊಳೊರಗುವೆ. ಸಿದ ಛತ್ರ ತಂಬಿನೊಳು ಬಪ್ಪಾತ ನೀನು ಎಂದು ಬಿರು ಬಿಸಿಲ ನಾನುವೆ. ಪುರದೊಳಿಪ್ಪಾತ ನಿಂದರಣ್ಯದೊಳಿಪ್ಪೆ ಜನವನಗಲ್ದರಿಯದವ ನಿಂದು പേളെകാകിയാകിപ്പേ എന്തു ബായ് വിട്ടതു സമസ്ത ജനവൂ. ഇനി മനോഹരമായൊരു സംഘഗാനവുമായി എത്തുന്നു ശ്രാവൺ, ദ്യുതി, സംഘമിത്ര, ലിയ, ഹരിദേവ്, നയനിക, കൃഷ്ണപ്രിയ. കളഭം പൊഴിയും ഒരു തീരം കനകനിലാവിൻ പ്രിയഗേഹം കാറ്റും പുഴയും സംഗീതം പ്രകൃതി മനോഹരി മമ ഭാഗ്യം കാടഴകോലും കമനീയം ഇവിടെ ഇവിടെ മധുരിത തീരം കളഭ
തുടർന്ന് മനോഹരമായൊരു മാപ്പിളപ്പാട്ടുമായി നമുക്ക് മുന്നിലെത്തുന്നു അൽഷിയാൻ. സുഹ്റബത്തുൽ ജാക്കിയ റാദിയ ഷജറുകൾ തരമാൽ സലാവിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പം ദുർചന്തം മുന്നിന സുന്ദരി ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുര അഹമ്മദ് പുണർന്ന് സുഗന്ധവല്ലി മികந்த പുകந்த കന്നി പിറந்த നബിക്കിമ്പം ഫാത്തിമത്ത് സുഹ്റ മെച്ചമുല്യക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സകഅലി ഹോജ തരുൾ തരുൾ ബുഷ്റ നബി തൻ പൊരുൾ മകൾ സുഹ്റ സുഹ്റബത്തുൽ ജാക്കിയ റാദിയ ഷജറുകൾ തരമാൽ സലാവിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പും ദുർചന്തം മുന്നിന സുന്ദരി ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുര മഹീന കരളിന്റെ കഷണം മണ്ടരുളിടെ മഹിമ തരമത ഉലകെങ്കും വെളിപ്പെടെ തരം പൊൽ മതവിധി തരം തേനടി മുടി ഇരുഗുരു അവരാൾ പുകൾ മഹിള മുത്തുജൂതിലാണ്ടേ പിത്തണയിട്ടോ നിന്റെ ഒട്ടക്കുടമതന്റെ ശിരമിലിട്ടേ മുത്തുജൂതിലാണ്ടേ പിത്തണയിട്ടോ നിന്റെ ഒട്ടക്കുടമതന്റെ ശിരമിലിട്ടേ വളർത്തും നടപടി എതിർത്തു മതിമുകി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുമാരൻ ചമന്തിട്ട് പുറത്തു കൂടിടലായി അലി പുലി പുവിക്കിണങ്ങുവതാ സുഹ്റബത്തുൽ ജാക്കിയ റാദിയ ഷജറുകൾ തരമാൽ സലാവിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷപ്പം ദുർചന്തം മുന്നിന സുന്ദരി ചന്ദ്ര ശോഭി സൂര പൊരുൾ കസുര സമരത്തിൻ വിളക്കായി ഒളിലങ്ങി തിളങ്ങി സമതിന്റെ അരുൾപ്പടി ഇബാദത്തിൽ വിളങ്ങി ഇണക്കം പിണക്കമേ വിരുദും മുറുതികൾ പരിമളർ സഹ്റായ് കതിർ സുഹ്റ. ഇനിയൊരു മലയാള പദ്യം കേട്ടാലോ? ആലപിക്കുന്നത് സംഘമിത്ര. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പരമദുഃഖം. ഇന്നലെ പാതിരാവിൽ ചിന്നിയ പൂനിലാവിൽ നിന്നെയും മറന്നു ഞാൻ അലിഞ്ഞു നിൽക്കേ. ഇന്ന് താനേ ഞാൻ ഉറക്കണേ പൊട്ടിക്കരഞ്ഞു പോയി. താരകൾ വ്യൂഹം പെട്ടെന്നുലഞ്ഞു പോയി. കാരണം ചോദിച്ചില്ല പാതിരാക്കിളി പോലും. കാറ്റിൻ വിയർപ്പു തുള്ളി തുടച്ചുമില്ല. കാലടിച്ചുവട്ടിലെ പുല്ലും കിലുങ്ങിയില്ല. എന്നാൽ ആ കാര്യം ഞാൻ ഒരാളോടും പറഞ്ഞുമില്ല. എന്തെന്നെനിക്കു പോലും ചിന്തിക്കാൻ കഴിയാത്തതെമ്മട്ടിൽ അപരനോടുണർത്തിടാവൂ. എന്തെന്നെനിക്കു പോലും ചിന്തിക്കാൻ കഴിയാത്തതെമ്മട്ടിൽ അപരനോടുണർത്തിടാവൂ. അവസാനമായി ഒരു ചിത്രീകരണം കേൾക്കാം. മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന ബഷീർ കൃതിയിലെ ഒരു പ്രസക്ത ഭാഗമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. പങ്കെടുക്കുന്നവർ ഹരിദേവ്, ലിയാലക്ഷ്മി, SR നിരുപം. തുടക്കം
ബഹുമാനപ്പെട്ട ഒറ്റക്കണ്ണൻ പോക്കറിൽ നിന്നായി കളയാം. അദ്ദേഹത്തിന് ഒരൊറ്റ കണ്ണേ ഉള്ളൂ. വൺ നൈസ് മങ്കി എന്ന് സ്ഥലത്തെ ചില ബുദ്ധിജീവികൾ അദ്ദേഹത്തെ പറ്റി രഹസ്യമായി പറയാറുണ്ട്. സാരമില്ല, മറ്റേ കണ്ണ് പണ്ടെങ്ങോ അദ്ദേഹം ചെറുപ്പമായിരുന്ന കാലത്ത് ഏതോ ധർമ്മസമരത്തിൽ പോയതാണ്. അദ്ദേഹത്തിന് 49 വയസ്സുണ്ട്. ഇനി ചരിത്രം തുടങ്ങേണ്ടത് ബഹുമാനപ്പെട്ട മണ്ടൻ മുത്താപ്പയിൽ നിന്നാണ്. അദ്ദേഹത്തിന് വയസ്സ് 21. തനി കറുമ്പനാണ്, ശകലം കോങ്ങണമുണ്ട്. എന്നാലും മണ്ടൻ മുത്താപ്പയുടെ തനി വെള്ളപ്പല്ലുകൾ കാണിച്ചുകൊണ്ടുള്ള ചിരി വളരെ ഭംഗിയുള്ളതാണ്. അദ്ദേഹത്തെ സാധാരണമായി ബഹുജനങ്ങൾ വിളിക്കാറുള്ളത് പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്താപ്പ എന്നാണ്. മണ്ടൻ മുത്താപ്പ പോക്കറ്റടിക്കാരനാകുന്നതിന് മുമ്പ് മുച്ചീട്ടുകളി അഭ്യസിക്കാൻ ഒറ്റക്കണ്ണൻ പോക്കറുടെ അപ്രന്റീസുകാരനാകാൻ പല കുറി ശ്രമിച്ചിട്ടുള്ളതാണ്. ഒറ്റക്കണ്ണൻ പോക്കർ അവജ്ഞയോടെ പറയും, പോടാ കൈതേ, ഇത്തിരി തലച്ചോറായിട്ട് വാ. മണ്ടൻ മുത്താപ്പയ്ക്ക് വേണ്ടി എതിർസാക്ഷി പറയാൻ ഒറ്റക്കണ്ണൻ പോക്കർ എപ്പോഴും തയ്യാറാണ്. ആ മണ്ടനാറാൻ പറഞ്ഞു 10 രൂപ കാശ് കിട്ടി, ഞമ്മള് കണ്ടതാ. അപ്പോൾ മുത്താപ്പ പറയും, ഒറ്റക്കണ്ണൻ ഇപ്പിലീസേ, ബോണൈസ് മങ്കി, അന്റെ മറ്റേ കണ്ണും പൊട്ടിപ്പോകും. കെട്ടുവള്ളങ്ങളിലെ നേന്ത്രക്കൊല മോഷണം സൈനബയുടെ പ്രധാന പരിപാടിയാണ്. അതൊരു ദിവസം മണ്ടൻ മുത്താപ്പ കയ്യോടെ പിടികൂടി. സൈനബാ, ഇനി ചെയ്തത് നല്ലതാണാ? അല്ല. ഇനി ഇങ്ങനെ ചെയ്യോ? ഇല്ല. പോയി വേഗം തലയൊക്കെ തോർത്തി മുണ്ടും കുപ്പായം മാറ്റ്, പനി പിടിക്കും. സൈനബയും മണ്ടൻ മുത്താപ്പയും ഇഷ്ടമാണോ എന്ന ചോദ്യത്തിന് സൈനബ മറുപടി ഒന്നും പറഞ്ഞില്ല. മുത്താപ്പ മണ്ടനൊന്നുമല്ലെന്നാണ് അവൾക്ക് പറയാനുള്ള ന്യായം. അത് ചുമ്മാ ബാപ്പയും മറ്റും പറയണതാ. എന്നാൽ ഒരു 500 രൂപയെങ്കിലും സ്വരക്കൂട്ടി സൈനബയുടെ കാതിലും കഴുത്തിലും വല്ല പൊൻപണ്ടങ്ങളും ഇട്ട് ആർക്കെങ്കിലും കല്യാണം ചെയ്ത് കൊടുക്കണമെന്നാണ് ഒറ്റക്കണ്ണൻ പോക്കറുടെ ഉള്ളിലിരിപ്പ്. അന്നൊരു ദിവസം ചന്ത പിരിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന പോക്കരെ ഞെട്ടിച്ച ഒരു ഭയങ്കര കാഴ്ച. സൈനബയുടെ മടിയിൽ തലയും വെച്ച് മണ്ടൻ മുത്താപ്പ സുഖമാ കിടക്കുന്നു. ഒരു പിതാവിന്റെ ചങ്ക് പൊട്ടാൻ വേറെ വല്ലതും വേണോ? ഒറ്റക്കണ്ണൻ പോക്കറുടെ കണ്ണു ചുവന്നു. കയ്യിലുള്ള ഒരു മരച്ചീനി എടുത്ത് മുത്താപ്പയുടെ നെഞ്ചത്ത് കൊടുത്തു ഒരേറ്. മുത്താപ്പയ്ക്ക് നൊന്തെങ്കിലും സന്തോഷത്തോടെ പറഞ്ഞു, മാമ, ഞാൻ സൈനബയെ കെട്ടാൻ പോണേ. എടാ കള്ള ഹറാമി, നീ എന്റെ അതിർവത്തൊന്നും വെളിയിറങ്ങടാ. മുത്താപ്പ കൂട്ടാക്കിയില്ല. മാമ, ഞാൻ വല്ലതും ഇതുവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പുറത്ത് മാപ്പാക്കണം. ഇനി ഞാൻ പോക്കറ്റ് അടിക്കാൻ പോകാൻ പാടില്ലെന്നാ സൈനബ പറഞ്ഞത്. ഇനി ആ പണിക്ക് ഞമ്മളില്ലേ? ഇഞ്ചൻ തണ്ടാൻ പോണ കൈതേ. ഞമ്മളൊരു ചായേന്റെ കച്ചവടം തുടങ്ങാൻ പോണ്. അതിന് മാമ ഒരു 10 രൂപ കാശ് കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. നിന്നെ മൂക്കുകൂടി പഹോടം പഠിപ്പിച്ച വകയില്ലേ നമുക്ക് 10 വരും. അതിങ്ങ് തന്നിട്ട് ഇറങ്ങിപ്പോ. ഞമ്മക്ക് ഇമ്മാസത്തിൽ തന്നെ നിക്കാഹ് കഴിക്കണം. ഹറാമി ജ്യൂസാ, ഇറങ്ങ്. പിന്നെ റൂഹുള്ള കാലത്ത് ഇഞ്ഞായിന് മോയിക്കണ്ട. മാമയുടെ റൂഹുള്ളപ്പോ തന്നെ നമ്മൾ സൈനമാരെ കെട്ടു. ഇറങ്ങളാ. സൈനബ ആരുടെ ചേരിയിൽ? നമ്മുടെ ഏരിയയില്. മണ്ടൻ മുത്താപ്പ നെഞ്ചത്തടിച്ചു പറയും, നമ്മുടെ പുന്നാര മോളാ സൈനബ എന്നൊറ്റക്കണ്ണൻ പോക്കർ ലേശം ധൈര്യത്തോടെ പറയും. എന്നാൽ സൈനബ ആരുടെ ചേരിയിലാണെന്ന് വ്യക്തമായി ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് കോഴിക്കോട് ജില്ലയിലെ കക്കട്ടിലുള്ള പാറയിൽ LP സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.